5 മണി വാർത്തയിലേക്ക് വിശദമായി. കാടിറങ്ങി വീണ്ടും അരിക്കൊമ്പൻ. ഇതാണ് കേരള പിടിച്ചാണ് അരിക്കൊമ്പൻ ഇതാണ് അരിക്കൊമ്പൻ யானை ஊருக்குள் சுற்றித் திரிவதால் தயவு செய்து பொதுமக்கள் யாரும் வீட்டை விட்டு வெளியே வர வேண்டாம் என இதன் மூலம் அறிவிக்கப்படுகிறது. അരിക്കൊമ്പൻ ദൗത്യം നാളെ അതിരാവിലെ മയക്കൂടി വെക്കാൻ നീക്കം. ആനയെ മേഘമല വനമേഖലയിലേക്ക് മാറ്റാനാണ് സാധ്യത. 3 കുങ്കിയാനകൾ ദൗത്യ സംഘത്തിലുണ്ടാകും. ആനയെ മയക്കുപിടിച്ച് ഉൾക്കാട്ടിൽ വിടാനാണ് തീരുമാനമെന്ന് തമിഴ്നാട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീനിവാസ് റെഡ്ഡി ന്യൂസ് 18നോട് പറഞ്ഞു. ആനയിറങ്ങിയ കമ്പം മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ആന നിൽക്കുന്നത് കമ്പം ബൈപ്പാസിന് സമീപമുള്ള തെങ്ങിൻ തോപ്പിലാണ്. വിവരങ്ങളുമായി പ്രിൻസ് ചേരുന്നു. കമ്പത്ത് നിന്ന് പ്രിൻസ്, ഈ ആന ഇപ്പോൾ വളരെ ശാന്തനായി നിൽക്കുകയാണോ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി അരിക്കൊമ്പൻ കമ്പം നഗരസഭയോട് ചേർന്നുള്ള ജനവാസ മേഖലയാണ് നിലനിർത്തിയിരിക്കുന്നത്. രാവിലെ കമ്പം പട്ടണത്തിലെത്തിയ ആന മണിക്കൂറുകളോളം ഇവിടെ പരിഭ്രാന്തി ചെലുത്തിയ ശേഷം സമീപ മേഖലയിലെ ഒരു പുളിമര തോപ്പിൽ നിലനിർത്തിയിരുന്നു. പിന്നീട് മണിക്കൂറുകളോളം ഇവിടെ പരിവർത്തിച്ചു. അതിനുശേഷമാണ് കുറച്ച് മണിക്കൂറുകൾ മുമ്പ്, ഏതായാലും 1.5 മണിക്കൂറുകൾക്ക് മുമ്പ് ഈ മേഖലയിൽ നിന്നും റോഡിലൂടെ ഓടി മാറിയത്. ഏകദേശം 1.5 കിലോമീറ്ററോളം അകലെയുള്ള മറ്റൊരു പ്രദേശത്താണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതായത് കമ്പം ബൈപ്പാസിനോട് ചേർന്നുള്ള തെങ്ങിൻ തോപ്പിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അരിക്കൊമ്പനെ തമിഴ്നാട് വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. പ്രദേശത്ത് പോലീസ് ശക്തമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ജനങ്ങളെ ഈ കമ്പം ബൈപ്പാസിലൂടെ ആന നിൽക്കുന്ന മേഖലയിലേക്കുള്ള പാതയിലൂടെയുള്ള യാത്ര നിരോധിച്ച് തടയുന്നുണ്ട്. ഒപ്പം നാളെ ദൗത്യം നടത്തുന്നതിനുള്ള നടപടികൾ തമിഴ്നാട് വനം വകുപ്പ് ആരംഭിച്ചിരിക്കുന്നു. 3 കുങ്കിയാനകളെ എത്തിച്ച് നടപടി പൂർത്തീകരിക്കാനാണ് തമിഴ്നാട് വനം വകുപ്പ് ശ്രമിക്കുന്നത്. ഒപ്പം അരിക്കൊമ്പൻ അപകടകാരിയാണെന്ന ഒരു വിലയിരുത്തൽ തമിഴ്നാട് വനം വകുപ്പ് നൽകുന്നു. ആനയെ മേഘമലയിലെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ആലോചന ഇപ്പോൾ ഉള്ളത്. മറ്റ് കൃത്യമായി ഇവിടേക്കാണോ മാറ്റുക എന്ന് നമ്മൾ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും ഈ പ്രദേശത്തേക്കാവും എന്നുള്ള ഒരു സൂചനയാണ് തമിഴ്നാട് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും കൊണ്ടുവന്ന് വിട്ടത് പെരിയാർ വനമേഖലയിലായി വേദകാലത്തായിരുന്നു. ഈ പ്രദേശത്ത് നിന്നും ആന ആദ്യം ഇറങ്ങിയത് മേഘമലയിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തേയിലത്തോട്ടം നിറഞ്ഞ പ്രദേശമാണ്. എന്നാൽ ഈ പ്രദേശത്തേക്കല്ല ആലയപ്പെടുന്നത്. കൂടുതൽ വിവിധ വനമേഖലയുള്ള ഒരു മേഖലയിലേക്ക് ആനയെ മാറ്റുന്നതിനുള്ള നീക്കങ്ങളാണ് തമിഴ്നാട് വനം വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ആനയെ ഇവിടുന്ന് പിടികൂടി ഏറ്റവും വേഗത്തിൽ എത്തിക്കാൻ പറ്റുന്നത് വിവിധ വനമേഖലയാണ് മേഘമല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തേക്ക് മാറ്റുന്നത്. തമിഴ്നാട്ടിലെ മറ്റ് പ്രധാന വനമേഖലയിലേക്ക് കിലോമീറ്റർ മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ഒരു മേഖലയിലേക്ക് മാറ്റാനായിരിക്കും തമിഴ്നാട് നടപടി സ്വീകരിക്കുക. എന്തായാലും പുലർച്ചെ കമ്പത്തെത്തിയേക്കുന്ന ആന ഈ മണിക്കൂറുകളോളമായി ഈ കമ്പം നഗരസഭയോട് ചേർന്നുള്ള ജനവാസ മേഖല നിലനിർത്തിക്കുന്ന സാഹചര്യമാണുള്ളത്. ജനങ്ങൾ പരിഷ്കാരത്തിലാണ്. കാരണം ഈ മേഖലയിൽ ആദ്യമായാണ് ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതായത് പെരിയാർ പ്രദേശമാണെങ്കിൽ പോലും ആനയോ അതുപോലുള്ള മഞ്ഞു മൃഗങ്ങളൊന്നും നഗരമേഖലയോട് അതിനോട് ചേർന്നുള്ള കൃഷികളൊന്നും മുൻപ് എത്തിയിരുന്നില്ല. ആദ്യമായാണ് അരിക്കൊമ്പനെ പോലുള്ള ആനയുടെ ആക്രമണം ഈ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലൂടെ തന്നെ ആന പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണമുണ്ടായി. ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. വലിയ ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആനയെ ഈ മേഖലയിൽ നിന്നും മാറ്റുന്നതിനുള്ള നടപടിയാണ് തമിഴ്നാട് സ്വീകരിക്കുന്നത്. ഇന്ന് ആനയുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ദൗത്യം മറ്റൊരു നാളത്തേക്ക് അല്ലെങ്കിൽ ദിവസത്തേക്ക് എന്ന നിലയിലേക്ക് നിയമിക്കുന്നത്. നാളെ തന്നെ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് തമിഴ്നാട് സ്വീകരിക്കുന്നത്. കാരണം ഇന്ന് പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആന ഇപ്പോൾ കമ്പം സൗത്ത് മേഖലയിലാണ് ഉള്ളത് എന്നാണ് വിവരം. അവിടെ തെങ്ങിൻ തോപ്പിലാണ് ആന നിലകൊള്ളുന്നത്. എന്താണെങ്കിലും അരിക്കൊമ്പൻ ദൗത്യം തമിഴ്നാട് നാളെ നടത്താനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. അതിരാവിലെ മയക്കുവെടി വെക്കാനാണ് ഏകദേശ തീരുമാനം. മേഘമല വനമേഖലയിലേക്ക് മാറ്റുമെന്നുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. 3 കുങ്കിയാനകൾ ദൗത്യ സംഘത്തിൽ ഉണ്ടാകുമെന്നും തമിഴ്നാട് വനം വകുപ്പ് അറിയിക്കുന്നു. മയക്കുവെടി വെച്ച് ഉൾക്കാട്ടിൽ വിടാനാണ് തീരുമാനമെന്ന് തമിഴ്നാട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീനിവാസ് റെഡ്ഡി നേരത്തെ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിൻസ്, വീണ്ടും പ്രിൻസ്, ഈ നമ്മൾ
കേരളത്തിൽ കണ്ട ഒരു അരിക്കൊമ്പനാണോ ഈ തമിഴ്നാട്ടിൽ കാണുന്നത് എന്നുള്ള സംശയം അത്രമാത്രം അക്രമാസക്തനായി കാണുന്നു ദൃശ്യങ്ങളിലെല്ലാം. ഈ പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്ന വികാരം എന്താണ്? ചിലപ്പോൾ അരിക്കൊമ്പൻ കൂടുതൽ ക്ഷീണിതനാണെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. കാരണം മണിക്കൂറുകളോളം, അതായത് തുടർച്ചയായി കിലോമീറ്ററുകളോളം നടന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരിക്കൊമ്പൻ തുടർച്ചയായി നടക്കുന്നതായാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. അതായത് ഏകദേശം ഒരു ദിവസം 10 മുതൽ 15 കിലോമീറ്റർ വരെ ആന നടക്കുന്നുണ്ട്. കൃത്യമായി കഴിഞ്ഞ ദിവസം കുമളിക്ക് സമീപം റോസാപ്പൂക്കളത്തെത്തിയിരുന്നു. അവിടെ ജനവാസ മേഖലയിൽ അടുത്തെത്തിയ ആനയെ പിന്നീട് വനംവകുപ്പ് ഇവിടുന്ന് ഓടിച്ചിടുകയായിരുന്നു. അന്നേക്ക് തന്നെ രാത്രിയിൽ 1.5 കിലോമീറ്ററോളം ഉൾവനത്തിലേക്ക് ആനയെ കയറ്റിവിട്ടു. തൊട്ടടുത്ത ദിവസമാണ്, അതായത് ഇന്നലെ പുലർച്ചെയാണ് ഈ ആന തമിഴ്നാട് വനമേഖലയിലേക്ക് വീണ്ടും എത്തിയത്. ആദ്യം, അതായത് ചിന്നക്കനാലിൽ നിന്നും ആനയെ പിടികൂടി ആദ്യം കൊണ്ടുവിട്ടത് കുമളി മേടകാലം ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് മേഘമല ഭാഗത്തേക്കാണ് തമിഴ്നാട്ടിലെ മേഘമല ഭാഗത്തേക്കാണ് ആന ഇറങ്ങിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം പിന്നീട് ഈ കുമളിക്ക് എതിർഭാഗത്തുള്ള പ്രദേശത്തേക്കാണ്, വനമേഖലയിലേക്കാണ് ഇറങ്ങിയത്. അവിടുന്നാണ് ഗൂഡല്ലൂർ വഴി സമീപം ചേർന്ന് ഇപ്പോൾ ഇന്ന് പുലർച്ചെ കമ്പം മേഖലയിലേക്ക് എത്തിയത്. ഇതിനിടയ്ക്ക് കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയും 2 തവണ ആന മുറിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നലെ രാവിലെ കുമളി ടൗണിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെ നിന്നിരുന്ന ആന ഇപ്പോൾ കമ്പം മേഖലയിലേക്ക്, അതായത് ഒരു നഗര മേഖലയിലേക്ക് പൂർണ്ണമായി എത്തിയിരിക്കുന്നു. ഒപ്പം ഈ തുടർച്ചയായുള്ള നടത്തം ഒക്കെ ആനയുടെ ആരോഗ്യ സാഹചര്യങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നതിനെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായാണ് ഒരു വിലയിരുത്തൽ. കാരണം ആന ക്ഷീണിതനാണെന്നാണ് വനംവകുപ്പ് സൂചിപ്പിക്കുന്നത്. ആന ഇന്ന് പുലർച്ചെയൊന്നും വെള്ളം കുടിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഒപ്പം ഈ മേഖലകളിലുള്ള ഭക്ഷണ സാഹചര്യങ്ങളുമൊക്കെ ആനയ്ക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായിട്ടാണ് ഇവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആനയുടെ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങൾ ഇന്ന് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും ആനയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റൊരു ദിവസത്തേക്ക്, അല്ലെങ്കിൽ കൃത്യമായും നാളെ തന്നെ നടപ്പിലാക്കാനുള്ള രീതിയിലേക്ക് വനംവകുപ്പ് നീങ്ങുന്നത്. ആനയുടെ തുമ്പിക്കൈയിൽ മുൻപ് ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മുറിവ് എത്രമാത്രം അപകടകരമാണ് എന്നത് സംബന്ധിച്ചും ഒരു വ്യക്തത വരുത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ചിന്നക്കനാലിൽ നിന്നും പിടികൂടി ആനയെ കുമളിയിൽ കൊണ്ടുവിടുന്ന സമയത്ത് ഈ മുറിവ് ആനയുടെ തുമ്പിക്കൈയിലുണ്ടായിരുന്നു. ആ മുറിവ് ഇപ്പോഴും ആനയ്ക്ക് ഉണ്ട്, അത് മറയിട്ടില്ല. അന്ന് മുറിവിന് മരുന്ന് നൽകിയതായൊക്കെ അന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നെങ്കിലും ആ മുറിവ് ഇപ്പോഴും നിലനിൽക്കുന്നത് എത്രമാത്രം ആനയുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കും എന്നത് സംബന്ധിച്ചും വ്യക്തതയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് കൃത്യമായും ആന ക്ഷീണിതനായ ഒരു സമയത്ത് ദൗത്യം നടപ്പിലാക്കാതെ അടുത്ത ദിവസത്തേക്ക് ദൗത്യം മാറ്റിവെക്കാൻ തമിഴ്നാട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ നിലവിൽ ആന കൂടുതൽ ജനവാസ മേഖലയോട് കൂടുതൽ ചേർന്നുള്ള ഒരു പ്രദേശത്താണ്. അവിടെ നിന്നും കുറച്ചുകൂടെ അകലെയായിട്ട് കൂടുതൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. കാരണം നിലവിൽ നിൽക്കുന്നത് ആന ഈ കമ്പം നഗരസഭയോട് ചേർന്നുള്ള വളരെ അടുത്തായുള്ള പ്രദേശങ്ങളോടാണ്. ഇപ്പോൾ കമ്പം സൗത്ത് മേഖലയിലെ കമ്പം ബൈപ്പാസിനോട് ചേർന്നുള്ള തെങ്ങിൻതോപ്പിലാണ്. ഇവിടുന്നൊക്കെ പെട്ടെന്ന് തന്നെ റോഡിലേക്ക് എത്താനും ഒപ്പം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അല്പം ദൂരേക്ക് മാറ്റിയ ശേഷമായിരിക്കാം ദൗത്യം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. ഒപ്പം ഈ പുളിമരത്തോപ്പില് ഒപ്പം തെങ്ങിൻതോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ആന നിലയുറപ്പിച്ചിരിക്കുന്ന സമയത്ത് ദൗത്യം നടപ്പിലാക്കി എത്രമാത്രം ആനയെ പിന്നീട് വാഹനത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്നത് സംബന്ധിച്ചുള്ള ആശങ്കകളുമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പുറത്തായ ഒരു മേഖലയിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ദൗത്യം പൂർത്തീകരിക്കാനായിരിക്കും തമിഴ്നാട് ശ്രമിക്കുക. എന്തായാലും 3 കുങ്കിയാനകളെ ഇപ്പോൾ അരിക്കൊമ്പൻ ദൗത്യത്തിനായി ഇവിടേക്ക് എത്തിക്കാനാണ് തമിഴ്നാട് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം മയക്കുവെടി വെറ്റിനറി ഡോക്ടർമാരടക്കമുള്ള പ്രത്യേക ദൗത്യ സംഘവും ഇവിടേക്ക് എത്തും. ഉടൻ തന്നെ നാളെ തന്നെ ഈ ദൗത്യം പൂർത്തീകരിച്ച് മേഘമല വനമേഖലയിലേക്ക് മാറ്റുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് തമിഴ്നാട് മുൻപോട്ട് നീങ്ങുന്നത്. എന്നാൽ സംശയം, ഈ മേഘമല വനമേഖലയിലേക്ക് ആനയെ മാറ്റാനുള്ള ആലോചന അതൊരു ശാശ്വത പരിഹാരമായി തീരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ വനംവകുപ്പിന്? കാരണം കേരളത്തിന്റെ ആ ദൗത്യം കഴിഞ്ഞ് ഈ ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, അപ്പോൾ എത്രത്തോളം ഉൾക്കാട്ടിലേക്ക് കടത്തിവിടാനുള്ള ശ്രമം അത് പരമാവധി നടപ്പിലാക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണോ വനംവകുപ്പ് നീങ്ങുന്നത് തമിഴ്നാടിന്റെ? അത് തീർച്ചയായും നിബിഡമായ ഒരു വനമേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്കാണ് തമിഴ്നാട് വനംവകുപ്പ് നീങ്ങുന്നത്. മുൻപ് കേരളം കൊണ്ടുവിട്ടത്, അതായത് ചിന്നക്കനാലിൽ നിന്നും ആനയെ പിടികൂടി കുമളിക്ക് സമീപം മേടകാലത്താണ് പെരിയാർ വനമേഖലയിൽ കൊണ്ടുവിട്ടത്. അവിടെ നിന്നും ആദ്യം അരിക്കൊമ്പൻ എത്തിയത് തമിഴ്നാട്ടിലെ മേഘമല വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്കാണ്. ഈ വനമേഖലയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ജനവാസ മേഖലയിലും വളരെ ദൂരെയുള്ള ഒരു പ്രദേശത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മേഖലയിൽ നിന്നും വീണ്ടും ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം പ്രദേശങ്ങളൊക്കെ ചേർന്ന് കിടക്കുന്ന വനമേഖലയിലൂടെ സഞ്ചരിക്കാനും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന സന്ദർശിക്കുന്ന രീതിയിൽ സഞ്ചരിച്ചാൽ വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതിയും ഒക്കെ
കണക്കിലെടുത്തുകൂടി ആവാം ഇത്തരത്തിലൊരു നീക്കം. അതായത് വളരെ ദൂരേക്ക് ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള മണിക്കൂറുകൾ യാത്ര ചെയ്ത ശേഷമുള്ള ഒരു വനമേഖലയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അസാധ്യമായ സാഹചര്യമായതുകൊണ്ടാവാം ഈ അരിക്കൊമ്പനെ ഈ മേഘമല വനമേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വനംവകുപ്പ് ആലോചന നടത്തുന്നതാണ് നമുക്കിപ്പോൾ കരുതേണ്ടത്. എന്തായാലും മേഘമല വനമേഖലയിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് കേരളത്തിലും വീണ്ടും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ സാഹചര്യമുണ്ട്. വീണ്ടും പെരിയാർ വനമേഖലയിലൂടെ ജനവാസ മേഖലയിലേക്ക് എത്താനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും നിബിഡമായ മേഘമല വനമേഖലയുടെ ഏറ്റവും ഉൾക്കാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് തമിഴ്നാട് വനംവകുപ്പ് ഒരുങ്ങുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് തമിഴ്നാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കമ്പത്ത് എത്തിയിട്ടുണ്ട്. കമ്പത്ത് നിരോധനാജ്ഞയുണ്ട്. പ്രധാനമായും നഗരസഭയിൽ ഈ ആന നിൽക്കുന്ന പ്രദേശത്തോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ ആളുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനൗൺസ്മെന്റ് വാഹനങ്ങളിലൂടെയൊക്കെ നഗരസഭ നിർദ്ദേശം നൽകുന്നു. എന്തായാലും സുരക്ഷിതരായ ആളുകളുടെ വീടുകളിൽ പുറത്തേക്ക് അധികം ഇറങ്ങരുതെന്നും നാളെ ദൗത്യം നടത്താനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം നൽകിക്കൊണ്ടിരുന്നത് കമ്പത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് അരിക്കൊമ്പന്റെ ഒരു വിളയാട്ടം കമ്പം മേഖലയിൽ വളരെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് കമ്പം മേഖലയിൽ സൃഷ്ടിക്കുന്നത്. എന്നാലും ബൈപ്പാസിനോട് ചേർന്ന് നിൽക്കുന്ന നിലയുറപ്പിച്ചിരിക്കുന്ന ആന ക്ഷീണിതനാണ്. നാളെ പുലർച്ചെ ഈ ദൗത്യത്തിലേക്ക് കടക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം തമിഴ്നാട് ഭാഗത്തു നിന്ന്. അതിര് കവിഞ്ഞ ആനസ്നേഹത്തെ തുടർന്ന് ആനപ്രേമികൾ ഹൈക്കോടതിയെ സമീപിച്ചതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതി ഉണ്ടായതെന്ന് കേരളത്തിന്റെ വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഉൾവനത്തിലേക്ക് അയച്ചത് വനം വകുപ്പിന്റെ ആശയമായിരുന്നില്ല, ഉൾക്കാട്ടിലേക്ക് അയച്ചിട്ട് കാര്യമില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അരിക്കൊമ്പൻ തമിഴ്നാടിന്റെ നിയന്ത്രണത്തിൽ നിന്നും കേരള വനം വകുപ്പ് തമിഴ്നാട് വനം വകുപ്പുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വനം വകുപ്പിന്റെ അന്നത്തെ നിലപാട് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് ആന പരിപാലന കേന്ദ്രത്തിലേക്ക് അയക്കുക എന്നുള്ളതാണ്. അതിരുകവിഞ്ഞ ആനസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആനപ്രേമികൾ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നമാണ്. വനം വകുപ്പും തമിഴ്നാടിൻ്റെ വനം വകുപ്പും തമ്മിൽ നല്ല കോർഡിനേഷനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അതിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. കാരണം ഇപ്പോൾ ആനയുടെ നിൽക്കുന്നൊരു സ്ഥിതി വെച്ചാൽ ഇപ്പോൾ പൂർണ്ണമായും അത് തമിഴ്നാടിൻ്റെ അധീനത്തിൽപ്പെട്ട സ്ഥലത്താണ്. അവിടുത്തെ വന്യജീവിയെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അതേസമയം വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് ജോസ് കെ മാണി എം പി രംഗത്തെത്തി. അരിക്കൊമ്പൻ ദൗത്യം പരാജയമാണെന്ന് തെളിഞ്ഞുവെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. പ്രത്യേകിച്ച് ആനയെ പിടിച്ച് മറ്റൊരിടത്തിലേക്ക് വിടുന്നത് ഒരു പരാജയമാണ് എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളുടെ പഠനങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അരിക്കൊമ്പന്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ കമ്പം തമിഴ്നാട്ടിലുള്ള ടൗണിൽ കൂടെ ഇറങ്ങി അവിടെ വലിയൊരു നാശനഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അറിയുന്നത്. വാസ്തവത്തിൽ ഇത് നമുക്കൊരു വരുത്തിവെച്ചൊരു ദുരന്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആന എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 250 കിലോമീറ്ററെങ്കിലും നടന്ന് ഓരോ സ്ഥലത്തൂടെ പോകും. ഇന്ന് കേരള സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു വീതി എടുത്തു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഘാട്സ് തൊട്ട് അറബിക്കടൽ വരെ 150 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആനകളെ വാസ്തവത്തിൽ അത് പിടികൂടി അതിനെ മെരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബർണർക്കട്ട പോലുള്ള അതിനുള്ള ഇച്ചിരി വിസ്തീർണമുള്ള വനത്തിൽ, പക്ഷെ ആ വനത്തിന് ചുറ്റുപാടും ആ ഫെൻസിംഗ് ഉള്ള നമ്മുടെ ജനവാസ കേന്ദ്രവുമായി ബന്ധപ്പെടാത്ത രീതിയിലുള്ള വനങ്ങൾ അവിടെ കൊണ്ടയാക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ചർച്ച ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു ദുരന്തം നമ്മുടെ കേരള സംസ്ഥാനത്തുണ്ടാകുന്നു. അന്യ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകയുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരം പ്രധാനമായും അത് നമ്മുടെ 1972 ആ നിയമ ഭേദഗതിയാണ്. ആ ഭേദഗതി നടത്തി ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ പോത്തിനെയും പശുവിനെയും നിരത്തി സമരം. വന്യജീവി ആക്രമണം തടയുന്നതിൽ വനം മന്ത്രി പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പോഷക സംഘടനയായ കർഷക യൂണിയൻ എം സമരം സംഘടിപ്പിച്ചത്. വി വിനോദിന്റെ റിപ്പോർട്ട് കാണാം. കർഷക യൂണിയൻ എമ്മിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ വനം വകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ വ്യത്യസ്തമായ ഒരു സമരപരിപാടി നടക്കുന്നത്. വന്യജീവി ആക്രമണം വലിയ തോതിൽ വർദ്ധിക്കുന്നു സംസ്ഥാനത്ത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്നതാണ് പ്രധാനമായും ഇവിടെ തടിച്ചുകൂടിയ പ്രവർത്തകർ പറയുന്നത്. പോത്തും പശുവും ആട്ടിൻകുട്ടികളും ഒക്കെയുമായാണ് വനം വകുപ്പ് ആസ്ഥാനത്തിന് മുമ്പിൽ ഈ സമരം നടക്കുന്നത്. നേതാവ് ഹഫീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇങ്ങനൊരു സമരം നടത്താനുള്ള കാര്യം? അത് സംസ്ഥാന വ്യാപകമായി വളർത്തുമൃഗങ്ങൾക്ക് നേരെ നടക്കുന്ന മനുഷ്യർക്ക് നേരെ നടക്കുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ
ഉള്ള പ്രതികരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്തെ വനംവകുപ്പ് ശുദ്ധ പരാജയമായി മാറിയിരിക്കുന്നു. അതിൽ പ്രതീകാത്മകമായ ഒരു സൂചനാ സമരം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ തന്നെ ഈ അരിക്കൊമ്പം വിഷയം അവസാനിച്ചിട്ടില്ല. ഇന്നും കമ്പത്ത് വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ ഈ കാട്ടുപോത്ത് ആക്രമണത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. എന്താണ് നിങ്ങളുടെ പാർട്ടി കേരള കോൺഗ്രസ് എം പറയുന്നത്? കേരള കോൺഗ്രസ് എമ്മിന്റെ അഭിപ്രായം പാർട്ടി ചെയർമാൻ പറയും. കർഷക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നല്ല എനിക്ക് ബഹുമാനപ്പെട്ട വനമന്ത്രിയോട് പറയാനുള്ളത് ഈ പൂച്ചക്കുട്ടിയെ കാണുന്ന ലാഘവത്തോടെ കാട്ടുപോത്തിനെ കാണരുതെന്ന് മാത്രമാണ്. തീർച്ചയായും അത്തരത്തിലൊരു പ്രതിഷേധമാണ് നടക്കുന്നത്. വനം വകുപ്പ് ആസ്ഥാനത്തിന് മുന്നിലാണ്. വല്ല പ്രധാനപ്പെട്ട ഒരു റോഡാണ്, വഴുതക്കാട് വെള്ളയമ്പലം പാതയിലാണ് ഇങ്ങനെ ഒരു സമരം നടക്കുന്നത്. വലിയ തോതിൽ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും വന്യജീവി അക്രമം വലിയ തോതിൽ സംസ്ഥാനത്ത് നടക്കുന്നു. ഇതിന് ശാശ്വതമായ പരിഹാരമില്ല. വ്യാപകമായി തന്നെ മലയോര കുടിയേറ്റ കർഷകരൊക്കെയും ഇങ്ങനെ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമരപരിപാടിയുമായി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. വി വിനോദിന്റെ റിപ്പോർട്ടാണ് കണ്ടത് തിരുവനന്തപുരത്ത് നിന്നും. മറ്റൊരിടവേള. വീണ്ടും അഞ്ചുമണി വാർത്തയിലേക്ക്. കേരള സർവകലാശാല യൂണിയനുകളെ പിടിച്ചുകെട്ടാൻ വൈസ് ചാൻസലർ. യൂണിയനുകൾ കൈവശം വെച്ചിരിക്കുന്ന മുറികളുടെ സമഗ്ര വിവരം VC ആവശ്യപ്പെട്ടു. യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശത്തിലുണ്ട്. യൂണിയനുകളുടെ കൈവശമുള്ള കെട്ടിടങ്ങളുടെ അനുമതി സംബന്ധിച്ച് രേഖകളുടെ പകർപ്പ് ഹാജരാക്കാനും VC നിർദ്ദേശം നൽകി. വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലാണ് യൂണിയനുകൾക്കെതിരെ. യൂണിയനുകൾ സർവകലാശാലയിലെ റൂമുകൾ, മുറികൾ കയ്യേറുന്നതിനെതിരെ വൈസ് ചാൻസലർ നടത്തിയിരിക്കുന്നത്. കേരള സർവകലാശാല ആസ്ഥാനത്ത് വലിയ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. BJP അനുഭവ സംഘടനയായ എംപ്ലോയീസ് സംഘിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാതെ ഇന്നലെ കേന്ദ്രമന്ത്രി V മുരളീധരൻ അവസാന നിമിഷം പിന്മാറിയതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പരാതി നൽകി ഇടത് അനുകൂല സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരിക്കണം ഒരു പക്ഷേ വൈസ് ചാൻസലറുടെ നടപടി. എന്നാണെങ്കിലും അല്പസമയത്തിനാകും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരും നമ്മോടൊപ്പം. കേരള സർവകലാശാലയിലെ യൂണിയനുകളുടെ മേൽ കൃത്യമായിട്ടുള്ള ഒരു പിടി ഇടുകയാണ് വൈസ് ചാൻസലർ. യൂണിയനുകൾ കൈവശം വെച്ചിരിക്കുന്ന മുറികൾ, അതിന്റെ സമഗ്ര വിവരം ലഭ്യമാക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരാഴ്ചയ്ക്കകം തന്നെ ഈ റിപ്പോർട്ട് കൈമാറണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. യൂണിയനുകളുടെ കൈവശമുള്ള കെട്ടിടങ്ങളുടെ അനുമതി, അത് സംബന്ധിച്ചുള്ള രേഖകളുടെ പകർപ്പ് ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട് ഈ സമയം. ഐശ്വര്യ, ഈ വലിയ തർക്കം നിലനിന്നിരുന്നു. ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഈ എംപ്ലോയീസ് സംഘിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാതെ മടങ്ങിയതൊക്കെ വലിയ ചർച്ചയായിരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ ഒരു രാഷ്ട്രീയ ചർച്ച നടത്തുന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അങ്ങനെ സർവകലാശാല കേന്ദ്രീകരിച്ച് പരസ്പരം സംഘടനകൾ, യൂണിയനുകൾ പഴിചാരി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് VCയുടെ ഇടപെടൽ. എന്താണ് ഉദ്ദേശിക്കുന്നത് വൈസ് ചാൻസലർ? എൽദോ, കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിന്റെ ഓഫീസ് മുറി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ VC നിലപാട് കടുപ്പിച്ചിരിക്കുന്നതിൽ പ്രധാനമായും VC ചൂണ്ടിക്കാട്ടുന്നത് ഈ വിവാദത്തിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ യൂണിയനുകൾ കൈവശം വെച്ചിരിക്കുന്ന മുറികളുടെ രേഖകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ പ്രകാരം രജിസ്ട്രാർ ഇത്തരത്തിൽ ഈ യൂണിയനുകളോട് ആവശ്യപ്പെടുകയും തിരിച്ച് രജിസ്ട്രാർ VCക്ക് ഒരു മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ മറുപടിയിൽ ഇത്തരത്തിലുള്ള യൂണിയനുകൾ പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങുകളുടെ അല്ലെങ്കിൽ മുറികളുടെ ഒന്നും രേഖകൾ അവരുടെ പക്കലില്ല എന്നുള്ളതാണ് കൃത്യമായി VCക്ക് രജിസ്ട്രാർ നൽകിയിട്ടുള്ള മറുപടി. അതിനുശേഷം തൊട്ടു പിന്നാലെ ഇപ്പോൾ VC എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് രേഖകൾ വേണം. ഈ യൂണിയനുകളുടെ പക്കൽ സ്വാഭാവികമായും രേഖകളുടെ പകർപ്പുണ്ടാവും. ആ പകർപ്പ് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടാൻ രജിസ്ട്രാർ കത്ത് നൽകണം, യൂണിയനുകൾക്ക് കത്ത് നൽകണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ VC നൽകിയിരിക്കുന്നത്. എന്തായാലും ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 20 ഇടങ്ങളിലായി, അതായത് സർവകലാശാലയുടെ പാളയം ക്യാമ്പസിലും ഒപ്പം തന്നെ കാര്യവട്ടം ക്യാമ്പസിലുമായി 20 ഇടങ്ങളിൽ ഈ വിവിധ യൂണിയനുകളുടെ ഓഫീസ് മുറികളും ഒപ്പം തന്നെ സൊസൈറ്റികളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങൾ കൃത്യമായി പരിശോധിച്ച് അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ഒപ്പം തന്നെ എത്ര ഏരിയ ഉണ്ട് എന്നുള്ളത് പരിശോധിച്ച് യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ ഒരു റിപ്പോർട്ട് നൽകണം. അത് ഒരാഴ്ചയ്ക്കകം നൽകണം എന്നുള്ളതാണ് VC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം ആ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടികൾ അറിയിക്കാമെന്നുള്ളതാണ് VC ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഈ VCയുടെ രജിസ്ട്രാറുടെ നിർദ്ദേശം, അതായത് യൂണിയനുകൾ കൃത്യമായി ഈ ഓഫീസുകളുടെ രേഖകൾ സമർപ്പിക്കണം, അതിനും കൃത്യമായൊരു സമയം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറും ഇത് പരിശോധിച്ചൊരു നിർദ്ദേശം നൽകണം അല്ലെങ്കിൽ ആ റിപ്പോർട്ട് നൽകണം എന്നുള്ളത് തന്നെയാണ്. അതായത് യൂണിയനുകളുടെ പ്രവർത്തനത്തിൽ കൃത്യമായി VC നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞിരുന്നതുപോലെ സ്വാഭാവികമായും ഒരു ഈ
എംപ്ലോയീസ് സംഘിന് ഓഫീസ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയുണ്ടായി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ എല്ലാ യൂണിയനുകളുടെയും പ്രവർത്തനത്തിൽ VC നേരിട്ട് ഇടപെടുന്നത്. എൽദോ, പക്ഷേ ഐശ്വര്യ, ഇതിലൊരു പ്രധാന പ്രശ്നം ഈ യൂണിയനുകളുടെ പ്രതിഷേധത്തെ എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ്. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വൈസ് ചാൻസലർ ഇത്തരൊരു നടപടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അതിൽ വളരെ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വൈസ് ചാൻസലർ കടക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രതിഷേധത്തെ മറികടക്കാനുള്ള സാഹചര്യമുണ്ടോ? അതായത് സർവകലാശാല VCയോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായത് ഈ സർവകലാശാലയുടെ പലയിടങ്ങളിലായി പല കെട്ടിടങ്ങളിലായി പലരും പ്രവർത്തിക്കുന്നു. അതെന്തിനു വേണ്ടിയാണ് എന്നറിയണം, എന്താണ് എന്ന് കൃത്യമായി സർവകലാശാലയുടെ പക്കൽ ഒരു രേഖ വേണം. അതിനുവേണ്ടിയാണ് ഈ പരിശോധന എന്നുള്ള നിലപാടാണ് ഇപ്പോൾ VC എടുത്തിട്ടുള്ളത്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഒരാഴ്ച വളരെ നിർണായകമായിരിക്കും. സർവകലാശാലയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും യൂണിയനുകളെ ചൊടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാട് കടുപ്പിക്കുന്ന അല്ലെങ്കിൽ VC നിലപാട് കടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായും യൂണിയനുകളും നിലപാട് കടുപ്പിക്കുക തന്നെ ചെയ്യും. അവരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറുടെ റിപ്പോർട്ടും ഒരാഴ്ചക്കകം നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും വളരെ നിർണായകമായിരിക്കും. ഏത് രീതിയിൽ ഇനി VC ഈ യൂണിയനുകളുടെ പ്രതിഷേധം നേരിടും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ നിലവിൽ തൃശ്ശൂരാണുള്ളതെന്ന് മനസ്സിലാക്കുന്നു. വരും ദിവസങ്ങളിൽ അദ്ദേഹം മടങ്ങിയെത്തിയതിനു ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. ഐശ്വര്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരുപക്ഷെ ഈ ഭരണകക്ഷിയുടെ യൂണിയനുകൾ ഇപ്പോൾ CPM-ന്റെയും CPI-യുടെയും ഒക്കെ അനുകൂല സംഘടനകൾ അതേ സമാനമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാകും ഈ സർവകലാശാലയിലെ കെട്ടിടങ്ങളിൽ. അപ്പോൾ അവിടെ നിന്നും എതിർപ്പുണ്ടാകും, പ്രതിപക്ഷത്തു നിന്നും എതിർപ്പുണ്ടാകും. അപ്പോൾ ഈ രണ്ട് എതിർപ്പുകളെ ഒരേ രീതിയിൽ വളരെ സധൈര്യം നേരിടുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് വൈസ് ചാൻസലർക്ക് മുന്നിലുള്ളത്. ഈ ഒരു രാജ്ഭവന്റെ പിന്തുണ ഇക്കാര്യത്തിൽ VCക്കുണ്ട് എന്ന് അനുമാനിക്കണോ? അത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടിലേക്ക് അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ ചർച്ചകളിലേക്ക് അദ്ദേഹം ഇതുവരെയും കടന്നിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ സംഘവുമായി ബന്ധപ്പെട്ട ആ ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി എത്തിയപ്പോഴും VC നേരിട്ടെത്തി അദ്ദേഹത്തെ കാണുന്നു. തുടർന്ന് അവിടെ ഒരു VCയെ കാണാനും ഒപ്പം തന്നെ മറ്റ് എംപ്ലോയീസിനെ കാണാനാണ് വരുന്നതെന്ന് പറയുമ്പോൾ പോലും ഒരു ഓഫീസ് മുറി നൽകുകയും തുടർന്ന് അത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കൊക്കെ പോയ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ ഒരുപോലെ എതിർക്കുകയാണ് ഈ വിഷയത്തിൽ VC. അതുകൊണ്ട് തന്നെ VC ഏത് രീതിയിൽ ഈ കാര്യം കൈകാര്യം ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഇനി ഏറ്റവും നിർണായകമാവുക എന്ത് മറുപടിയായിരിക്കും. അതായത് രജിസ്ട്രാർ ഇപ്പോൾ കത്ത് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് യൂണിയനുകൾക്ക് ഈ രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്ത് മറുപടി യൂണിയനുകൾ തിരിച്ചു നൽകുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അതിനുശേഷം മാത്രമേ യൂണിയനുകളുടെ നിലപാട് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ വിഷയത്തിൽ VCക്കെതിരായി തന്നെയാണ് ഈ തുടക്കത്തിൽ തന്നെ ഈ വലിയ പ്രതിഷേധം സർവകലാശാലയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ VC കൂടി നിലപാട് ഘടിപ്പിക്കുന്നതോടെ യൂണിയനുകൾ എന്ത് തീരുമാനത്തിലേക്ക് എത്തുമെന്നത് കണ്ടറിയണം. അത് തന്നെയാണ് പ്രധാന ഐശ്വര്യ. എന്തെങ്കിലും പ്രതികരണങ്ങൾ ഈ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഈ ഭരണകക്ഷിയുടെ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ഈ VCയുടെ ഇത്തരമൊരു നീക്കത്തിൽ? നിലവിൽ അത്തരം പ്രതികരണങ്ങൾ ലഭ്യമായിട്ടില്ല. കാരണം ഇന്നാണ് ഈ റിപ്പോർട്ട് രജിസ്ട്രാർ നൽകുകയും തുടർന്ന് രജിസ്ട്രാർക്ക് തിരിച്ച് VC മറുപടി നൽകുകയും ചെയ്തത്. ഒരുപക്ഷെ ഇതിനുശേഷം യൂണിയനുകളുടെ നിലപാട് വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴാണ് ഏറ്റവും പുതുതായാണ് നമുക്ക് ഈ വിവരം ലഭിച്ചത്. ഈ VCയുടെ നിലപാട് എന്താണ്, ഇക്കാര്യത്തിൽ രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടിന് ശേഷം എന്താണ് VCയുടെ തുടർ നിലപാട് എന്നുള്ളത് ഇപ്പോഴാണ് വ്യക്തമായത്. എന്തായാലും വരും മണിക്കൂറിൽ യൂണിയനുകളുടെ നിലപാട് വ്യക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഐശ്വര്യ, അനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടത്. കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ഉണ്ടാകും, ഫെഡറേഷൻ ഉണ്ടാവും, സംഘ് ഉണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംഘടനകളുടെ ഓഫീസുകൾ ഈ സർവകലാശാല ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നു. ഇതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള വിവരം ആവശ്യപ്പെട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് കേരള സർവകലാശാല വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത്. രജിസ്ട്രാർക്കാണ് VCയുടെ നിർദ്ദേശം. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അതിൽ കൃത്യമായിട്ടുള്ള രൂപരേഖ, അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ കൈമാറണം. അത് 20 ദിവസത്തിൽ ഒരാഴ്ചക്കകം റിപ്പോർട്ട് കൈമാറണമെന്നും ഈ നിർദ്ദേശത്തിലുണ്ട്. എന്നാണെങ്കിലും വലിയ പ്രതിപക്ഷ ഭരണപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തിന് സാധ്യതയും സാഹചര്യം ഒരുക്കുന്ന ഒരു നീക്കമാണ്. പക്ഷേ അത് ഒരു വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും അനിവാര്യമായിട്ടുള്ള നീക്കമായി തന്നെ അതിനെ കണക്കാക്കുകയും ചെയ്യണം. ഐശ്വര്യാനിലാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ സാന്നിധ്യത്തിൽ കേരള സർവകലാശാലയിലെ ഗസ്റ്റ് ഹൌസിൽ രാഷ്ട്രീയ യോഗം ചേർന്നുവെന്ന് പരാതി. BJP അനുകൂല സംഘടനയായ എംപ്ലോയീസ് സംഘിന്റെ യോഗമാണ് ഗസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാളിൽ ചേർന്നത്. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലാണ് യോഗത്തിന് അനുമതി നൽകിയത്.
കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിന് ഓഫീസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ വഴിത്തിരിവിൽ. ഇന്നലെ സംഘടനയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വിവാദം ഭയന്ന് ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ വൈസ് ചാൻസലറെ കണ്ട ശേഷം അദ്ദേഹം പോയത് ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിലേക്ക്. അവിടെ കോൺഫറൻസ് ഹാളിൽ എംപ്ലോയീസ് സംഘ് പ്രവർത്തകരെ മന്ത്രി അഭിവാദ്യം ചെയ്തു. ക്യാമ്പസിലെത്തുന്ന മന്ത്രിക്ക് ജീവനക്കാരെ അഭിവാദ്യം ചെയ്യാൻ ഗസ്റ്റ് ഹൌസിലെ കോൺഫറൻസ് ഹാൾ വിട്ടു നൽകാൻ ഉത്തരവിട്ടത് VC ആണ്. രാഷ്ട്രീയ യോഗത്തിന് ഗസ്റ്റ് ഹൌസ് വിട്ടു നൽകിയ VCയുടെ നടപടിക്കെതിരെ CPM സംഘടന. സർവകലാശാല വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ആ പദവിയിലിരിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട വ്യക്തിത്വം ഒരിക്കലും സർവകലാശാല നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടോ അല്ല അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടോ ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. തീർച്ചയായും സർവകലാശാലയിൽ വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. എത്ര സംഘടനകൾക്ക് സർവകലാശാല ക്യാമ്പസിൽ ഓഫീസ് അനുവദിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ രജിസ്ട്രാർ ഇന്ന് VCക്ക് വിശദീകരണം നൽകും. ഏത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടനകൾക്ക് ഓഫീസ് അനുവദിച്ചത് എന്ന് 24 മണിക്കൂറിനകം അറിയിക്കാനായിരുന്നു VCയുടെ നിർദ്ദേശം. സർവകലാശാല എംപ്ലോയീസ് സംഘിന് ഓഫീസ് അനുവദിച്ചതിൽ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് VCയുടെ നടപടി. ന്യൂസ് 18 തിരുവനന്തപുരം. സർക്കാർ ഗവർണർ തർക്കം സമ്മർദ്ദമായില്ലെന്ന് MG സർവകലാശാല VC ഡോക്ടർ സാബു തോമസ്. ഗവർണറും സർക്കാരും നല്ല പിന്തുണയാണ് നൽകിയത്. സർവകലാശാലകൾക്ക് VC ഇല്ലാതിരിക്കുന്നത് നല്ലതല്ല. സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഡോക്ടർ സാബു തോമസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഏറെക്കാലത്തെ സേവനത്തിന് ശേഷം MG സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് ഡോക്ടർ സാബു തോമസ് ഇന്ന് പടിയിറങ്ങുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കാം. സാറേ, കുറെ നേട്ടങ്ങളുടെയൊക്കെ ഒരു കാലമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്? യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വന്നിട്ട് ഇപ്പം 36 വർഷം കഴിയുക. വളരെ പരിമിതിയിൽ നിന്ന് നമ്മൾ വളർന്നു വന്നിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല സർവകലാശാലയായി മാറി. പ്രോബ്ലം നിങ്ങൾ കേട്ട് കാണും, വേൾഡ് റാങ്കിങ്ങിൽ നമ്മളാണ് കേരളത്തിൽ നിന്നുള്ളത്. 400 to 500 ബാൻഡിലുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് 30ാം സ്ഥാനമുണ്ട്. അതായത് 1000-ൽ കൂടുതൽ സർവകലാശാല ഇന്ത്യയിലുണ്ട്. ചാൻസലേഴ്സ് അവാർഡ് നമ്മൾ 3 പ്രാവശ്യം കരസ്ഥമാക്കി, ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ അഡൽ ഇന്നോവേഷൻ, അത് മെയിനായിട്ട് കാണിക്കുന്ന സ്റ്റാർട്ടപ്പുകളും ഇൻക്യുബേഷൻ ഫെസിലിറ്റിയും പുതിയ പുതിയ ബിസിനസ് എന്റർപ്രൈസും. നമ്മുടെ സ്ഥാനം ഇന്ത്യയിലെ 3ാമതാണ്. നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ്, MG is number 1 in Kerala. Number of projects, we are number 1 in Kerala. Number of international collaborations, exchange program, we are number 1 in Kerala. അപ്പോൾ തീർച്ചയായും വലിയൊരു കുതിച്ചു ചാട്ടം നമ്മുടെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ. വാർത്തകളിലേക്ക്. കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരിയുടെ കൊലപാതകത്തിൽ നിർണായക തെളിവുകൾ കണ്ടെടുത്ത പോലീസ്. പെരിന്തൽമണ്ണ ചീരട്ടമലയിൽ പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിൽ സിദ്ദിഖിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക, മൃതദേഹം മുറിക്കാൻ ഉപയോഗിച്ച കട്ടർ, ATM കാർഡുകൾ, രക്തം തുടയ്ക്കാൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ എന്നിവ കണ്ടെടുത്തു. സിദ്ദിഖിന്റെ കൊലപാതകം ഹണി ട്രാപ്പാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഹോട്ടൽ ഉടമയെ നഗ്നനാക്കി ഫോട്ടോയെടുക്കാൻ പ്രതികൾ ശ്രമിച്ചു. എതിർപ്പുണ്ടായാൽ നേരിടാൻ തയ്യാറായാണ് സംഘമെത്തിയത്. സിദ്ദിഖ് എതിർത്തപ്പോൾ ഫർഹാന കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് അത് ഷിബിലിക്ക് കൈമാറുകയും ഷിബിലി തലക്കടിക്കുകയും ആഷിഖ് നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. ഇതാണ് മരണത്തിന് കാരണമായതെന്ന് മലപ്പുറം SP സുജിത് ദാസ് പറഞ്ഞു. കൊലയ്ക്ക് ശേഷമാണ് കട്ടറും ട്രോളി ബാഗും വാങ്ങിയത്. ഷിബിലിയും ഫർഹാനയും തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നും പ്രതികൾ കുറ്റം സമ്മതിച്ചുവെന്നും SP വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ ഇത് സംശയിച്ചതിനെ പോലെ തന്നെ ഇതൊരു ഹണി ട്രാപ്പ് ഇൻസിഡന്റ് ആയിരുന്നു. ഇതില് ഷിബിലി ഇദ്ദേഹത്തിന്റെ ജോലിക്കാരനായിരുന്നു. അപ്പോൾ ഇവർ ഹണി ട്രാപ്പ് ഇൻസിഡന്റുമായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് 3 അക്യൂസ്ഡിനും അറിയാം ഇതിങ്ങനെ ഒരു ഇൻസിഡന്റ് ആണെന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡീകാസ എന്ന് പറയുന്ന സ്ഥലത്ത് റൂം എടുത്തിരുന്നത്. ഇതില് അന്നത്തെ 18-ാം തീയതി ഷൊർണൂരിൽ നിന്നും ഫർഹാന വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആഷിഖ് അലിയാസ് ചിക്കു, അയാളും 2ാമത്തെ വാഹനത്തിൽ വരുന്നുണ്ട്. അവിടെ ട്രെയിനിൽ തന്നെയാണ് വരുന്നത്. ഇവർ 3 പേരും ആ സ്ഥലത്തുണ്ട്. അവിടെ ഇവിടെ റൂം എടുത്തതിന് ശേഷം ഇയാൾ അവിടെ ഇവർ 2 പേരും ഇവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇയാളെ ഇവര് നേക്കഡായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാഷിന്റെ ഇഷ്യൂസും പറഞ്ഞ് ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ തമ്മിലും കൂടെ ഒരു റിഫ്റ്റ് ആവുകയാണ്, ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇയാൾ താഴെ വീഴുന്നുണ്ട്. വീണപ്പോൾ ഈ ഓൾറെഡി ഫർഹാന കയ്യിൽ ഒരു ചുറ്റിക കരുതിയിരുന്നു. ബൈക്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ചുറ്റിക എടുത്തിട്ട് ഈ പറയുന്ന ഷിബിലി എന്ന് പറയുന്ന ആൾ ഇയാൾ അറ്റാക്ക് ചെയ്യാണ്. തലയിൽ ബ്ലണ്ട് ഫോഴ്സസ് ഇഞ്ചുറീസ് ഉണ്ട്.
അതുപോലെ തന്നെ ആഷിഖ് എന്ന് പറയുന്ന ആള് ഇയാളുടെ ചെസ്റ്റിൽ നന്നായിട്ട് ചവിട്ടിയിട്ടുണ്ട്. ആ ചവിട്ടിലാണ് ഇയാളുടെ ഇയാളുടെ റിബ്സ് ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പം പിന്നെ ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഇവര് 3 പേരും കൂടെ ഇയാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബ്ലഡ് ഫോഴ്സസ് ഉണ്ട് ചെസ്റ്റിൽ. അതുപോലെ തന്നെ ലങ്സിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, റിബ്സ് പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഉപദ്രവം കാരണമാണ് ഇയാൾ പെട്ടെന്ന് മരണപ്പെടുന്നതെന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെ നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇന്ന് അന്വേഷണ സംഘം ശേഖരിച്ചത്. കൃത്യമായിട്ടും കൊലപാതകത്തിൽ പോലീസിന്റെ സമർത്ഥമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഒരു സാമർഥ്യം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഇന്നുണ്ടായി. എന്നാലും ഇതിന്റെ വിവരങ്ങൾ CB അനുമോദ് നൽകും. അനുമോദ്, വിശദാംശങ്ങൾ. കോഴിക്കോട്ടെ ഹോട്ടലുടമ സിദ്ദിഖിന്റെ അരുംകൊല ഹണി ട്രാപ്പാണെന്ന് വ്യക്തമാക്കിയതിന്റെ തുടർന്ന് പോലീസ് പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ചീരട്ടമലയിലായിരുന്നു തെളിവെടുപ്പ്. കേസിലെ പ്രതികളായ ഷിബിലിയെയും ഫർഹാനെയുമാണ് ചീരട്ടമലയിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഈ കൃത്യം നിർവഹിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, അതുപോലെ മൃതദേഹം മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച കട്ടർ, ഈ സിദ്ദിഖിന്റെ ATM കാർഡുകൾ, ചെരുപ്പ്, അതുപോലെ ഹോട്ടലിന്റെ ഒരു തലയെണ്ണ കവർ തുടങ്ങിയ സാധനങ്ങൾ ഈ ചീരട്ടാമലയിലെ മലഞ്ചെരുവിൽ നിന്നും പോലീസ് തെരച്ചിലിൽ കണ്ടെത്തി. വളരെ ദുർഘടമായ ജനസഞ്ചാരം കുറഞ്ഞ ഒരു മേഖലയാണ് ഈ ചീരട്ടാമല, ഈ ഒരു പ്രദേശം. ഷിബിലി നേരത്തെ അങ്ങാടിപ്പുറം, ഈ പ്രദേശത്തിനോട് ചേർന്നുള്ള അങ്ങാടിപ്പുറത്തായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനസഞ്ചാരം കുറവായിരിക്കുമെന്നും ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നും ഷിബിലി കരുതിയിരുന്നു. അപ്രകാരമാണ് ഈ കൃത്യത്തിന് ഉപയോഗിച്ച സാധനങ്ങൾ ഇവിടെ വലിച്ചെറിഞ്ഞത്. ഏതാണ്ട് 1:30 തന്നെ പോലീസ് മലപ്പുറം SP സുജിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളുമായി ഇവിടെ തെളിവെടുപ്പ് ആരംഭിച്ചു. 2 മണിക്കൂറോളം തെളിവെടുപ്പ് നീണ്ടുനിന്നു. കേസിൽ നിർണായകമാവുന്ന തെളിവുകളാണ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ചുറ്റികയും അതുപോലെ തന്നെ ATM കാർഡുകളും ഈ രക്തം നിറഞ്ഞ മുറി തുടച്ച് വൃത്തിയാക്കാൻ ഉപയോഗിച്ച തുണികളും അതുപോലെ തന്നെ ചെരുപ്പും തലയെണ്ണ കവറും അടങ്ങുന്ന സുപ്രധാനമായ തെളിവുകളാണ് പോലീസ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനുശേഷം പ്രതികളെ പോലീസ് തിരൂരിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി മറ്റൊരു തെളിവെടുപ്പ് ഉണ്ടാകില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, അനുമോദ് വിവരങ്ങൾ നൽകിയത്. CB അനുമോദാണ്. ഷിബിലിയെ ഫർഹാനയ്ക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നുവെന്ന് ഫർഹാനയുടെ അമ്മ ഫാത്തിമ വ്യക്തമാക്കി. ഷിബിലിക്ക് സിദ്ദിഖിന്റെ ഹോട്ടലിൽ ജോലി വാങ്ങി നൽകിയത് ഫർഹാനയാണ്. 23-ാം തീയതി വരെ വീട്ടിലുണ്ടായിരുന്ന ഫർഹാനയെ രാവിലെ റൂമിൽ എത്തിയപ്പോൾ കാണാനുണ്ടായിരുന്നില്ലെന്നും ഫാത്തിമ പറഞ്ഞു. അല്ലാതെ സിബിലിനെ ഞങ്ങൾക്ക് പരിചയമല്ല, അത് അറിയണ്ടേ. നിങ്ങളൊക്കെ വാർത്തയിൽ കാണും പോലെ ഞങ്ങളും കണ്ടു. കോഴിക്കോട്ടെ വ്യവസായി സിദ്ദിഖ് കൊല ചെയ്യപ്പെട്ട ഹോട്ടലിനെ കുറിച്ച് വ്യാപകമായിട്ടുള്ള പരാതിയുണ്ട്. അനാശാസ്യ പ്രവർത്തനങ്ങളും ലഹരി ഉപയോഗവും ഈ DCASIN എന്ന ഹോട്ടലിൽ പതിവാണെന്ന് ഇവിടുത്തുകാർ പറയുന്നു. കുട്ടികളെ ഉൾപ്പെടെ ഹോട്ടലിൽ എത്തിക്കാറുണ്ടെന്നും ആരോപണങ്ങളുണ്ട്. അപ്പം ഇവിടെ കുറെ പറയുന്ന രീതിയിൽ കുട്ടികളും ആളുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. പക്ഷേ ഇതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടാവുന്നത്. ഈ ഒരു സ്ഥലങ്ങളിൽ ലഹരിന്റെയും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഹോട്ടലും. ഇതിനെ മാനേജ് ചെയ്യുന്ന ആരൊക്കെയാണോ ഒന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. കേരളത്തെ ഞെട്ടിച്ച കൊലപാതകത്തിന്റെ ചുരുളുകൾ ഇനിയും അഴിയാനുണ്ട്. എന്തായാലും കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. വിവാദങ്ങൾക്കിടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോൽ ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് ആരോപിച്ച് കോൺഗ്രസ് അടക്കം 20 പ്രതിപക്ഷ പാർട്ടികൾ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമ്പോൾ ചെങ്കോൽ ആയുധമാക്കിയാണ് BJP തിരിച്ചടിക്കുന്നത്. ചെങ്കോലിന്റെ ചരിത്രവും വിശ്വാസവും ഉയർത്തി കോൺഗ്രസിനെ പ്രതിരോധിക്കുകയാണ് BJP. ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതിയെ ഒഴിവാക്കിയതിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടെന്ന കോൺഗ്രസ് ആരോപണത്തിന് ഹിന്ദുത്വ കാർഡിറക്കിയാണ് BJP മറുപടി നൽകുന്നത്. അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായ ചെങ്കോൽ നെഹ്റുവിന്റെ വീട്ടിൽ ഒതുക്കിവെക്കുകയായിരുന്നുവെന്നാണ് BJPയുടെ വാദം. ഹിന്ദു പാരമ്പര്യത്തിന്റെ ഭാഗമായ ചെങ്കോലിനെ അവഗണിച്ച കോൺഗ്രസ് ഹിന്ദു ആചാരങ്ങളെയാണ് അവഹേളിച്ചതെന്നും BJP പറഞ്ഞുവെക്കുന്നു. ചെങ്കോലും അധികാര കൈമാറ്റവുമായി ബന്ധമില്ലെന്നും BJP പ്രചരണം വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ആഖ്യാനം മാത്രമാണെന്നുമാണ് കോൺഗ്രസിന്റെ മറുപടി. BJP ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് രേഖകളോ തെളിവോ ഇല്ല. തമിഴ്നാടിനെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണിതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസും ഇടതു പാർട്ടികളും അടക്കം 20 കക്ഷികൾ ചടങ്ങിൽ പങ്കെടുക്കില്ല.
എന്നാൽ പ്രതിപക്ഷ നിരയിലെ ഭിന്നത വ്യക്തമാക്കി YSR കോൺഗ്രസ് അടക്കം 5 പാർട്ടികൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗോഡൌണിൽ വീണ്ടും തീപിടുത്തമുണ്ടായി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപം ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിനാണ് തീപിടിച്ചത്. അഗ്നിബാധയുണ്ടായ മുറിയിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലായിരുന്നുവെന്ന് തീയണച്ച ജീവനക്കാരൻ ന്യൂസ് 18നോട് പറഞ്ഞു. തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്ത ബ്ലീച്ചിംഗ് പൗഡറുകൾ തിരിച്ചെടുക്കാൻ വിതരണ കമ്പനികൾക്ക് KMCL നിർദ്ദേശം നൽകി. രണ്ടാഴ്ചക്കുള്ളിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമായി ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരുന്ന KMCLന്റെ 3 ഗോഡൌണുകൾക്കാണ് തീപിടിച്ചത്. ആലപ്പുഴയിൽ പുലർച്ചെ 1:30യോടെയാണ് അഗ്നിബാധയുണ്ടായത്. ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരുന്ന 3 മുറികളിലൊന്ന് പൂർണ്ണമായും കത്തിനശിച്ചു. പ്രധാന ഗോഡൌണിലേക്ക് തീ പടർന്നെങ്കിലും 3 യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു. ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫാണ് രാത്രി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പരമാവധി പരിശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് തീ അണയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു 8-9 AC കത്തി നശിക്കുകയും തൊട്ടടുത്ത സ്ഥാപനത്തിലേക്ക് അഗ്നി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന് സമീപത്തുള്ള പ്രധാന ഗോഡൌണിലെ 8 AC അഗ്നിബാധയിൽ നശിച്ചു. ഓട്ടോമാറ്റിക് നിയന്ത്രണ സംവിധാനം ഇവിടെ പ്രവർത്തിച്ചതിനാൽ വൻ നാശനഷ്ടങ്ങൾ ഒഴിവായി. തീപിടുത്തമുണ്ടായ മുറിയിൽ അഗ്നിശമന ഉപകരണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് തീയണച്ച ഏക സുരക്ഷാ ജീവനക്കാരൻ ന്യൂസ് 18നോട് സ്ഥിരീകരിച്ചത്. ചേട്ടാ, ഞാൻ ചോദിക്കുന്നത് ഈ സിലിണ്ടറുകൾ ഉണ്ടായിരുന്നോ? അഗ്നിശമന ഉപകരണങ്ങൾ ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു. ചേട്ടൻ പിന്നെ എങ്ങനെയാ ഇത് അണച്ചത്? എങ്ങനെയാ? അതിന്റെ കൺട്രോളിലായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ചേട്ടന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നോ? അണയ്ക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ? എന്തായാലും ചേട്ടന് അതിനകത്തൊന്നും ഇല്ലായിരുന്നു സാധനങ്ങള്. അപ്പൊ അല്ലാതെ അഗ്നിശമന ഉപകരണങ്ങൾ ഇല്ലായിരുന്നല്ലോ? അഗ്നിശമന ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത്? ഒന്നുമില്ലായിരുന്നു. തീപിടുത്തമുണ്ടായ മുറിയുടെ തൊട്ടടുത്ത മുറിയിലും കനത്ത ചൂടിൽ അപകടകരമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ബ്ലീച്ചിംഗ് പൗഡർ സൂക്ഷിച്ചിരിക്കുന്നത്. 3 ഇടങ്ങളിൽ അഗ്നിബാധയുണ്ടായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വിതരണം ചെയ്ത ബ്ലീച്ചിംഗ് പൗഡറുകൾ മുഴുവൻ തിരിച്ചെടുക്കാനാണ് KMCLന്റെ തീരുമാനം. സുരക്ഷാ ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയെന്ന് സർക്കാർ അവകാശപ്പെട്ട 2 ദിവസം കഴിയുമ്പോഴാണ് ആലപ്പുഴയിലെ KMCL ഗോഡൌണിനും തീപിടിച്ചിരിക്കുന്നത്. മതിയായ സംവിധാനങ്ങളില്ലെന്ന് ജീവനക്കാർ തന്നെ തുറന്നു പറയുമ്പോൾ മറുപടി പറയേണ്ടത് സർക്കാരാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ വണ്ടാനത്ത് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ചില വാർത്തകൾ ചുരുക്കത്തിൽ. കേരളത്തിനുള്ള വായ്പ വെട്ടിക്കുറിച്ചതിനെ ന്യായീകരിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരളത്തിന് അർഹമായത് കേന്ദ്രം നൽകുന്നുണ്ട്. നീതി ആയോഗിൽ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെടാമായിരുന്നു, എന്നാൽ മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചുവെന്നും കേന്ദ്രമന്ത്രി. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള വ്യക്തിഹത്യകൾ തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി. തങ്ങൾക്ക് നേരെ ഒന്നും വരില്ല എന്നാണ് ഇവർ കരുതുന്നത്. വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി. ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിൽ വീഴ്ചയുണ്ടായില്ലെന്ന ന്യായീകരണവുമായി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രമേയം. സംഭവത്തിൽ പോലീസിന് വീഴ്ചയെന്ന് വരുത്തി തീർത്തു. വിലങ്ങ് വെച്ചാലും ഇല്ലെങ്കിലും കുറ്റം എന്നതാണ് അവസ്ഥയെന്നും വിലങ്ങ് വെക്കുന്നതിനുള്ള ഉത്തരവുകളിൽ വ്യക്തത വേണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. കോഴിക്കോട് കട്ടിപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്ക്. അമരാട് മലയിൽ റിജേഷിനാണ് പരിക്കേറ്റത്. കർണാടകയിൽ 24 പേരെ കൂടി ഉൾപ്പെടുത്തി സിദ്ധരാമയ്യ മന്ത്രിസഭ വികസിപ്പിച്ചു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. SSLC CBSE 10ാം ക്ലാസ് പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കാൻ സൈലം ലേണിംഗ് നാളെ കോഴിക്കോട് നടത്തുന്ന ചടങ്ങിൽ സൈലം എക്സലൻസ് അവാർഡ് കുട്ടികൾക്ക് സമ്മാനിക്കും. സിനിമ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 5545 രൂപ, പവന് 44,360 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ.
പ്ലാറ്റിനം ഗ്രാമിന് 3749 രൂപ. കാരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കാരഗൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. 5 മണി വാർത്തയോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.